ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്, നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പാലാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 400 ml പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പാലെടുക്കാവുന്നേ ഉള്ളൂ. പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി തിളക്കണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. നമ്മളിതാ ഇതിലേക്ക് വെച്ച് കൊടുത്ത പാലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള കസ്റ്റേർഡ് പൗഡറും കൂടി. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഇതുപോലെ കസ്റ്റേർഡ് പൗഡർ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റേർഡ് മിക്സും കൂടി നമ്മുടെ പാലിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുറുകി വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റേർഡ് പൗഡർ കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റേർഡ് മിക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഈ 1/2 കപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു നോർമൽ മധുരം മാത്രമായിരിക്കും. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമായിട്ടുണ്ട്. നല്ലതുപോലെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് പോലെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഞാൻ ഈ സമയത്തെല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ്. അതായത് നന്നായിട്ടൊന്ന് കട്ടിയായി കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം നമുക്കിത് കുറച്ച് വെക്കണം. പിന്നീട് ഫ്ലെയിം മീഡിയത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വയ്ക്കണം. അതായത് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കിട്ടിക്കോളും. എന്നാൽ ശരി, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ ഒന്ന് ബട്ടറൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു 2 എണ്ണം കൂടി ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ആവശ്യമുള്ള ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കാര്യം കൂടി ആവശ്യമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് ഷുഗർ സിറപ്പും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം.
നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കടായിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റീൽ തട്ടിലേക്കോ എന്തിലേക്ക് ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പഞ്ചസാരയുടെ അതേ അളവിന് തന്നെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോഴും നമ്മുടെ പഞ്ചസാരയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ 30 സെക്കൻഡ് മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചാൽ മതിയാകും. കൂടുതൽ സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പും നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് ട്രേയിലാണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടത് ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസും ഇച്ചിരി വലിയ പീസൊക്കെ ആയിട്ട് ഇതിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും മാത്രമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബ്രെഡൊന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പും കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സും കൂടിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ബ്രെഡിൻ്റെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കസ്റ്റേർഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് പിസ്തയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ കുറച്ച് നട്ട്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതായത് ഫ്രീസറിലേക്ക് നമുക്ക് വെക്കാം. 1 മണിക്കൂർ മാത്രം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല ചില്ലായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെസേർട്ട് കഴിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റേർഡ് പൗഡർ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.